ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കടുക് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒരു അടിപൊളി റൂം ഫ്രഷ്നർ, എയർ ഫ്രഷ്നർ എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നാട്ടോ പറയുന്നത്. അപ്പോൾ അതിനായി ചെയ്യേണ്ട കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിനായി നമുക്ക് ഒരു ചെറിയൊരു ബൗൾ എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരല്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കടുകിലേക്ക് നമുക്ക് ഈ കടുക് ഒന്ന് എന്താണ് പൊടിക്കൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ. സെയിം ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതാകത് കണ്ടോ, ഇതുപോലെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് കംഫർട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ കംഫർട്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡ്, അഥവാ നിങ്ങൾ വാഷ് ചെയ്യുന്ന ഏതെങ്കിലും ലിക്വിഡ് ആയാലും മതി കേട്ടോ. ഒരിക്കലും ഡിഷ് വാഷർ ഉപയോഗിക്കരുത്. ഒന്നുകിൽ വാഷ് ചെയ്യുന്ന ഒരു ലിക്വിഡ് അല്ലെങ്കിൽ കംഫർട്ട്, ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മിക്സ് ആക്കാം നമുക്ക്. അപ്പോൾ അതാണ് കൂടുതലും സുഗന്ധം. അപ്പോൾ ഞാനിപ്പോൾ മിക്സ് ആക്കുന്നത് നമ്മുടെ കംഫർട്ടാണ്. കംഫർട്ടിൻ്റെ ഒരു സാഷ വാങ്ങിയാലും മതി. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഇതുപോലെ നമുക്കിതാ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് മാത്രമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പം തന്നെ നല്ലൊരു സുഗന്ധം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഏകദേശം ഒരാഴ്ചയോളം നമുക്ക് ഇതിൻ്റെ സുഗന്ധം നിലനിർത്താൻ സാധിക്കും കേട്ടോ. അപ്പം അതിനായി നമുക്ക് ഇനി 80 100 കൊടുത്തിട്ട് നമ്മുടെ ഈ ഇതുപോലെയുള്ള സുഗന്ധ കാര്യങ്ങളൊന്നും വാങ്ങി തൂക്കിയിടേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. ഇത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ലയിച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സുഗന്ധം കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിലോ അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഒരു കഷ്ണം ന്യൂസ് പേപ്പറോ വെച്ച് ഇതാ ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഇതുപോലെ നന്നായി ഒന്ന് പൊതിഞ്ഞതിന് ശേഷം, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇത് മറ്റുള്ളവർ കാണുമെന്നുള്ള ഒരു ടെൻഷൻ വേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഹോൾസ് കത്രിക ഉപയോഗിച്ചിട്ട് നമുക്കിത് ഇതുപോലെ കുറച്ച് ഹോൾസ് ഇട്ടെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെയുള്ള ഹോൾസ് ഇട്ടെടുക്കാം. ഇത്രയും ഹോൾസ് മതി കേട്ടോ. ഇത് നിങ്ങൾക്ക് ബാത്റൂമിലോ നിങ്ങളുടെ റൂമിലോ നിങ്ങളുടെ റൂമിലെ കട്ടിൻ്റെ അടിയിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കാം കേട്ടോ. ഇതാകുമ്പോൾ നല്ല സ്മെല്ല് ഉണ്ടാകും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന നല്ല സ്മെല്ല് ഉണ്ടാകും. ഇതാകുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ഇല്ല ഇത് എന്താണെന്നുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ തുറന്ന് സൂക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കിട്ടുന്നത് 2 ആഴ്ചയും കൂടി കിട്ടാനുള്ളൊരു ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഹോൾസ് ഇട്ടതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവെക്കാം കേട്ടോ. ബാത്റൂമിലോ എവിടെ വേണമെങ്കിലും ഈ വീടിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ അടിയിലൊക്കെ നിങ്ങൾക്കിത് വെച്ച് കൊടുക്കാം. ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ച് കൊടുത്താലും മതി. വീട്ടിലൊക്കെ നല്ല സുഗന്ധം ഉണ്ടായിട്ടോ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. ഇതിന് വേണ്ടത് വെറും 2 ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മുടെ കടുകും കംഫർട്ടും മാത്രം മതി. കംഫർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാഷിങ്ങിൻ്റെ ലിക്വിഡ്, നല്ല സ്മെല്ലുള്ള ലിക്വിഡ് എടുക്കാം. ഏരിയലിൻ്റെ ലിക്വിഡൊക്കെ നല്ല സ്മെല്ലാണ്. ഏരിയൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.